യെസ് അഡ്വക്കേറ്റ് അസ്കർ, ഈ കുരുക്കിൽ നിന്ന് ഇനി എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത്? മാത്രമല്ല ഈ കൈസൻ ഉണ്ടല്ലോ, കൈസന് എങ്ങനെയാ പ്രതിമാസം എത്ര കോടിയാണ് ഖജനാവിൽ നിന്ന് വാരിയെറിയുന്നത്? എന്തായാലും പിണറായിയുടെ പോക്കറ്റിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ എടുത്തു കൊടുക്കൂല 100%. അനിൽജി, ഇതിലെ ഏറ്റവും പരമപ്രധാനമായിട്ട് കാണേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നിത്യേന ജനങ്ങളുമായി ഇടപെട്ട് അതിലൂടെ നടത്തുന്ന ആ PR വർക്കിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ആണ് ഞങ്ങളുടെ PR വർക്കുകളായി ഞങ്ങൾ കരുതി വെക്കാറുള്ളത്. അത് ഒരു മാറ്റമില്ല. ഇപ്പോ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. ഒന്ന്, ഇപ്പോ കേരള സംസ്ഥാന സർക്കാരിന് ഒരു PR ഏജൻസിയുടെ ആവശ്യകതയില്ല. ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ ഉണ്ട്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് തൊഴിൽ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു PR ഏജൻസിയെ നിയമിച്ചിട്ടുണ്ട് എങ്കിൽ അത് CPM അറിയാതെയോ CPM-നോട് അനുവാദമില്ലാതെയോ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവതരമായിട്ടുള്ള കുറ്റമാണ്. ആ കുറ്റത്തെ അങ്ങനെ ലളിതവൽക്കരിക്കാൻ ആവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണകൂടങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ ആ അധികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നടപടിയാണ് ഗവൺമെന്റുകൾ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കൈസനെതിരെ നിയമപരമായിട്ട് നീങ്ങിയല്ലേ വേണ്ടത്? വേണ്ടിവരും. എന്തിനാ ഇനി വേണ്ടിവരുന്നൊക്കെ അത് ഏറ്റവും പെട്ടെന്ന് എടുക്കല്ലേ വേണ്ടത്? അങ്ങനല്ല. കൈസൻ ഈ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ നിയോഗിക്കുകയോ മുഖ്യമന്ത്രി അറിയാതെയോ വന്നിട്ടുണ്ട് എങ്കിൽ ആ സാഹചര്യത്തിൽ കൈസനെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെയും അതുപോലെ 6.5 പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതത്തെ എങ്ങനെ തച്ചുടയ്ക്കുന്ന തരത്തിൽ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അസ്കർ എല്ലാ വിഷയത്തിലും നിയമോപദേശം തേടുന്ന സർക്കാരല്ലേ ഇത്? അഡ്വക്കേറ്റ് ജനറലുണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുണ്ട്, നിയമ സെക്രട്ടറിയുണ്ട്, അതിന് പുറമെ നിയമോപദേശകനുണ്ട് മുഖ്യമന്ത്രിക്ക്. എന്തിനീ വൈകിക്കുന്നത്? ഇപ്പം മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ കൈസൻ്റെ 2 പ്രതിനിധികൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി പറ്റിയതെങ്കിൽ പിണറായി വിജയനെ അറിയാലോ. മൈക്ക് ഒരു പ്രശ്നമുണ്ട്. അതെ, മൈക്കിനോട് പോലും കോപിക്കുന്ന പിണറായി വിജയൻ ഈ 2 പേരെ അവിടെ ഇരുത്തി ഹിന്ദുവിൻ്റെ ലേഖിയൊക്കെ അഭിമുഖം കൊടുക്കുന്ന എന്തായാലും ഞാൻ വിശ്വസിക്കില്ല. അത് അതിന്റെ ചിലപ്പോൾ 2 സാഹചര്യങ്ങൾ അക്കാര്യത്തിലുണ്ട്. ഒരുപക്ഷെ ഹിന്ദുവിന്റെ ലേഖകരോടൊപ്പം വന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അങ്ങനെയും ഒരു സാഹചര്യം ഉണ്ടാവാം. ഏത് രീതിയിലും നമുക്ക് എടുക്കണമല്ലോ. കാര്യം നമുക്കിപ്പോ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം വരുന്നത് വരെ കാത്തിരിക്കും. ഒരുപക്ഷെ അടുത്ത പകൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒരു തീരുമാനം എടുക്കുമെന്നും അതിന് നിയമോപദേശമോ അദ്ദേഹത്തിന് അത് പറഞ്ഞിട്ട് അസ്കറിനെ രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നോക്കൂ, ഇപ്പോൾ ഒരു അഭിമുഖത്തിന് ഇപ്പം ഞാൻ ഒരു മന്ത്രിയുടെ അഭിമുഖം എടുക്കാൻ പോകുന്നു. ഇവിടെ നിന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് കയറി പോകണമല്ലോ. ഇപ്പം UDF ഭരിക്കുന്ന സമയത്ത് അതൊന്നൊരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് ആരൊക്കെ വരുന്നു, അഭിമുഖം നടത്തുന്നയാൾ, പിന്നെ ക്യാമറമാൻ ആര്, ക്യാമറ അസിസ്റ്റൻ്റുണ്ടോ, ഡ്രൈവറുണ്ടോ, ഈ വ്യക്തമായിട്ട് എല്ലാ വിവരങ്ങളും കൊടുക്കണം. ഇൻ അഡ്വാൻസ് കൊടുക്കണം. ഇതിപ്പോൾ നിലവിലുള്ളൊരു സംവിധാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇടതുമുന്നണി ഭരിക്കുമ്പോൾ അങ്ങനെയാണ്. പണ്ട് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. ആർക്ക് വേണമെങ്കിലും പോവാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരാൾ പോയി ഇരുന്നതല്ലേ, ആ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിൽ പോലും ഇത്രയും ജാഗ്രത കാണിക്കുന്ന ഒരു ഭരണകൂടത്തെ നയിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ അതിന് അദ്ദേഹം നിന്നു കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ചിലപ്പോ നമുക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം അല്ല ഡൽഹിയില് കേരള ഹൗസിൽ. വ്യത്യസ്തമായ സാഹചര്യം. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഡൽഹി. ഇപ്പൊ കേരള ഹൗസിൽ ഒരാൾക്ക് കടന്നു കയറി കേരള ഹൗസിൽ മന്ത്രിമാരൊക്കെ താമസിക്കുന്ന ഭാഗത്തൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് വലിയ സെക്യൂരിറ്റി ഒന്നും പ്രത്യേകിച്ച് നിരന്തരം കേരള ഹൗസുമായി ബന്ധപ്പെട്ട എന്തോ പറയാനുണ്ട്. അസ്കർ ഒരു നിമിഷം. ശരി, അതെ, എനിക്ക് പറയാനുള്ളത് അനിൽ നമ്പ്യാരോടാണ്.
ഇതിലധികം അഡ്വക്കേറ്റ് ഹക്സറിനെ തള്ളരുത്. അദ്ദേഹം ഭിത്തി വരെ എത്തിക്കഴിഞ്ഞു, അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല, അതുകൊണ്ട് വിടുക അദ്ദേഹത്തെ, പാവം. ഇല്ല, അത് കുഴപ്പമില്ല ടി ജി, നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, എന്നും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അസ്കറിനോട് സംസാരിക്കുന്നത്. ഓക്കെ അസ്കർ, ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് താങ്കളെ പ്രകോപിപ്പിക്കുന്നില്ല. അങ്ങനെയല്ല, ഈ പാനലിലെ മുതിർന്ന ആൾ എന്ന നിലയിൽ ടി ജിയുടെ ആ ഡയറക്ഷൻ, നിർദ്ദേശം ഞാനത് ഉൾക്കൊള്ളുന്നു. അല്ല, ടി ജി ഇത് സംബന്ധിച്ച് ഈ വളരെ വ്യക്തത പാർട്ടി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം നിലവിൽ പറഞ്ഞിട്ടില്ല. പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് കൈസൺ എന്ന് പറയുന്നത് PR ഏജൻസി നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു PR ഏജൻസിയെ മുഖ്യമന്ത്രിയോ പാർട്ടിയോ ഗവൺമെന്റോ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇത് പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായും അതിനപ്പുറത്തെ കാര്യത്തിലേക്ക് സാഹചര്യങ്ങളെ മാത്രം വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. രണ്ട്, മലപ്പുറത്തെ സംബന്ധിച്ച് സെപ്റ്റംബർ 21-ന് നിയാസ് ആവർത്തിച്ച് വീണ്ടും പറയുന്ന ഒരു പ്രശ്നമുണ്ട്. മലപ്പുറത്ത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് എയർപോർട്ട് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. സ്വാഭാവികമായും മലബാർ മേഖലയിൽ പാലക്കാട് മുതൽ തൃശ്ശൂർ വരെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എയർപോർട്ടാണ് കോഴിക്കോട് എയർപോർട്ട്. മലപ്പുറം ജില്ലയിൽ സ്വാഭാവികമായി അവിടെ നിന്ന് വരുന്ന കള്ളക്കടത്ത് പിടിക്കപ്പെട്ടാൽ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലായിരിക്കും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിന്റെ ബാഹുല്യം ഒരുപക്ഷെ മലപ്പുറം ജില്ലയ്ക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് മലപ്പുറം ജില്ലയെ ആകമാനം അപമാനിച്ചു എന്നും അതുവഴി ഒരു സമുദായത്തെ അപമാനിച്ചു എന്നുള്ളൊരു നറേറ്റീവിലേക്ക് എത്തേണ്ട കാര്യമില്ല. അത് വസ്തുതകൾ മുഖ്യമന്ത്രി കണക്കുകൾ വെച്ച് സെപ്റ്റംബർ 21-ന് പറഞ്ഞതാണ്. അത് വസ്തുതയാണല്ലോ. അങ്ങനെയല്ല. അദ്ദേഹത്തിന് പത്രസമ്മേളനം മുഴുവനായി കേട്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം വളരെ വ്യക്തമായി അൻവറിന്റെ ആരോപണങ്ങളെ എതിരായി എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി മലപ്പുറത്തെ പ്രത്യേക സാഹചര്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉപയോഗിച്ച ഫാക്ട്സ് ആണ്. അങ്ങനെയാണ് കേരളത്തിലെ മുഴുവനും ക്രൈംബ്രാഞ്ച് അത് കാണിച്ചിട്ടില്ലല്ലോ. നമുക്ക് നിങ്ങൾക്ക് ഇതിലിപ്പോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വസ്തുതകൾക്ക് വിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് ആ കണക്കുകൾ വെച്ച് നിങ്ങൾ തർക്കിക്കുന്നേ. നിങ്ങൾ ഇതുവരെ കണക്കുകൾ വെച്ച് തർക്കിക്കുന്നില്ല. കേരളത്തിൽ ക്രൈം റേറ്റ് കൂടുതൽ മലപ്പുറം ജില്ലയ്ക്കാണ്. അങ്ങനെ ഒരു കണക്ക് 39,000 കേസ് ഒരു വർഷത്തിനുള്ളിൽ എടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആരോപണം മുന്നിൽ വന്നിരിക്കുന്നു. അതിൽ 32,000 കേസുകളും പോലീസ് സുവോമോട്ടോ എടുത്തിട്ടുള്ളതാണെന്നുള്ളതാണ് ആരോപണം. അതിന് വേറെ സാഹചര്യങ്ങളുണ്ട്. സുവോമോട്ടോ പോലീസിന് എടുക്കാവുന്ന കേസുകളാണ് നിയമത്തിൽ എഴുതി വെച്ചിട്ടിരിക്കുന്നത്. പേഴ്സണെതിരെയും പ്രോപ്പർട്ടിക്കെതിരെയും ഉള്ള കേസുകൾ ഒഴിച്ച് ബാക്കി എല്ലാം പോലീസിന് സുവോമോട്ടോ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ പോലീസ് സുവോമോട്ടോ എടുത്തു എന്നുള്ളത് കൊണ്ട് അവിടെ മലപ്പുറം ജില്ലക്കാരെ മുഴുവൻ അപമാനിക്കുകയും ഒരു സമുദായത്തെ അപമാനിക്കുന്നതിന് വേണ്ടി കേസെടുത്തു എന്നുള്ളത് പറഞ്ഞു വെക്കാൻ കഴിയുമോ? കസ്റ്റംസിലൂടെ പിടിക്കപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഹവാല ഇടപാടുകളും താരതമ്യേന പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ തുലാം. ഈ 39,000 കേസുകൾ എത്ര കേസുകൾ വരാനാണ്? വളരെ കുറവായിരിക്കും. അപ്പൊ ഒരു 300 കേസ് അല്ലെങ്കിൽ 250 കേസിനകത്ത് മാത്രമേ കസ്റ്റംസിന്റേതോ ഗോൾഡ് പിടിച്ചതോ ഹവാല ഇടപാടുകളിലോ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നിങ്ങളിപ്പോ എടുക്കുന്ന ഒരു നിലപാട് നമ്മുടെ ബഹുസ്വരതയെ നശിപ്പിക്കുന്ന നിലപാടാണ്. ഇത് മലപ്പുറത്തെ അപമാനിക്കാൻ പറയുകയോ ഒരു സമുദായത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനോ അപമാനിക്കാൻ പറയുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷയിൽ കോൺഗ്രസ് സംസാരിക്കരുത്. അങ്ങനെ അപകടമാണ്. അസ്കർ, ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. അതായത് ഇപ്പം നമ്മൾ ഈ മത തീവ്രവാദികളെ നമ്മൾ വിമർശിക്കുന്നു, അതുപോലെ ഈ സ്വർണ്ണക്കടത്ത്, ഹവാല പണമിടപാട്, ഇതിനെല്ലാം നമ്മൾ വിമർശിക്കുന്നു. ഇപ്പം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ പിറകിൽ ഏത് വിഭാഗത്തിനാണ് പ്രാതിനിധ്യം കൂടുതലായിട്ടുള്ളത്, ആരാണ് ഇതിലൊക്കെ പ്രതികളായി വരുന്നത്, അതൊക്കെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മതവിഭാഗത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. അല്ലാതെ പറയാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ ഈ മതന്യൂനപക്ഷം ആ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തടവാണോ പയറ്റിയത്, എന്താണോ നിങ്ങൾ ഇക്കാലം അത്രയും ശ്രമിച്ചുകൊണ്ടിരുന്നത്, അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബൂമറാങ് ആയിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതായത് നിങ്ങളുടെ അടവ് നയം, ആ അടവ് നയം ഇവിടെ അത് പാളിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മനപ്രയാസം, ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവും. അതാണിപ്പോൾ മുഖ്യമന്ത്രിയും മറ്റുള്ളവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ഇടതുപക്ഷം എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ തന്നെ എതിർക്കപ്പെടണം. ആ നിലപാടുകളായിരുന്നില്ല. നിങ്ങൾ ഒരു ന്യൂനപക്ഷ നിങ്ങൾ ഞങ്ങളെ പുതിയ ചാപ്പ കുത്തണ്ട.
ഞങ്ങൾ ഒരു ന്യൂനപക്ഷ പ്രീണന നിലപാടും എടുത്തിട്ടില്ല. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നത് പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഒരു ഘടകത്തിന് പ്രവർത്തിക്കാനാവില്ല. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾ കൃത്യമായിട്ട് ന്യൂനപക്ഷ പ്രീണനം ഇവിടെ ഈ സംസ്ഥാനത്ത് കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നത് ഇടതുപക്ഷമാണ്, വിശിഷ്യ CPM ആണ് എന്ന് പറയാതെ വയ്യ. അസ്കർ ക്ഷമിക്കുക എന്നോട്.